നമസ്കാരം. ഇന്നും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. ഈ പ്രമേഹവുമായി ബന്ധപ്പെട്ട റെസിപ്പികൾ സത്യം പറഞ്ഞാൽ അതിലെനിക്ക് ഭയങ്കര ഒരു ക്രൈസ് തന്നെയുണ്ട് ഇപ്പം. ശരിക്കും അതൊന്നും അത്രയ്ക്ക് കൂടുതലാണ് പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മളുടെ ഈ സമൂഹത്തിൽ. കാരണം നമ്മളുടെ പ്രത്യേകിച്ചും കേരളീയർ കഴിക്കുന്ന ഭക്ഷണം മുഴുവനും അന്നജപ്രധാനമാണല്ലോ. എത്ര പറഞ്ഞാലും നമുക്ക് ഈ അരിയിൽ നിന്നും അല്ലെങ്കിൽ ഈ ചോറിൽ നിന്നും ഗോതമ്പിൽ നിന്നും ഒക്കെ ഒന്ന് മാറി നിൽക്കാൻ വലിയ വിഷമമാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ റെസിപ്പികൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു മാറ്റം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഒന്നും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ മാത്രമല്ല ഭയങ്കര രുചികരമായിട്ട് നമുക്ക് പല റെസിപ്പികളും ഉണ്ടാക്കാം. വളരെ റെയർ ആൻഡ് എന്താ പറയുക യുണീക്ക് ആൻഡ് ടേസ്റ്റി കോമ്പിനേഷൻസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ടെണ്ണം കണ്ടുപിടിച്ചപ്പോഴാണ് ഞാൻ ഇന്നത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ബേസിക്കായിട്ട് ഏതൊരു റെസിപ്പി തയ്യാറാക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കലോറി മൂല്യം നന്നായിട്ട് കുറയുകയും പോഷകമൂല്യം കൂടുകയും ചെയ്യുന്ന ആഹാര സാധനങ്ങൾ വേണം അതിനകത്ത് ചേർക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് പ്രമേഹം കുറഞ്ഞു തന്നെ നിൽക്കും. ഈ അന്നജത്തിനകത്തുള്ള പ്രാധാന്യം കുറച്ചാൽ മതി, പോഷകങ്ങൾ കൂടുതൽ കൊടുക്കണം. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് എല്ലാം തന്നെയും ഈ പറഞ്ഞ നല്ല പ്രോട്ടീൻ, നല്ല കൊളസ്ട്രോൾ അതെല്ലാം നമ്മൾ ചേർത്തുകൊണ്ടാണ് നമ്മളുടെ ഈ റെസിപ്പികളൊക്കെ വരുന്നത്. പ്രമേഹത്തിൻ്റെ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല ഒരു വിഭവം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായി ചിന്തിക്കേണ്ട 2-3 പോയിൻറ്റ്സ് ഉണ്ട്. പോയിൻറ്റ്സ് ടു ബി നോട്ടഡ് എന്ന് പറയാം. നമ്പർ 1, കലോറി മൂല്യം നന്നായിട്ട് കുറവായിരിക്കണം, എന്നാൽ പോഷകമൂല്യം വളരെ കൂടുതലായിരിക്കണം. പ്രധാനമായിട്ട് പ്രോട്ടീൻ, നല്ല പ്രോട്ടീൻ നന്നായിട്ട് വേണം. നല്ല കൊളസ്ട്രോൾ നന്നായിട്ട് വേണം. പിന്നെ മറ്റുള്ള ന്യൂട്രിയൻസ്, നാരുകളുടെ പ്രസൻസ് വളരെ കൂടുതലായിരിക്കണം. പിന്നെ ഇതിനകത്ത് ഡയബറ്റിക് പ്രോപ്പർട്ടി പ്രമേഹത്തിൻ്റെ അല്ലേ. അപ്പോൾ നമ്മൾ ആൻറ്റി ഡയബറ്റിക്, പ്രമേഹം കുറയ്ക്കാൻ പര്യാപ്തമായ ചില ഇൻഗ്രീഡിയൻസ് ഉള്ള വിഭവങ്ങളായിരിക്കണം നമ്മൾ അതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ്. അത് തന്നെയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. നമ്പർ 1 കോവയ്ക്ക. നിങ്ങൾക്കറിയാം കോവയ്ക്കയിൽ നിന്നും ആൻറ്റി ഡയബറ്റിക് മെഡിസിൻ വരെ എടുക്കുന്നുണ്ട്. പ്രമേഹത്തിനുള്ള മെഡിസിൻ ഇതിനകത്തുനിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് കോവയ്ക്ക. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 100 ഗ്രാം കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ അടുത്ത റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കത്തിരിക്കയാണ്. വലിയ കത്തിരിക്ക ഇത് ഒരു 100-150 ഗ്രാം ഉണ്ട് അരിഞ്ഞത്. വലിയ കത്തിരിക്ക ഇതിനകത്തൊക്കെ കലോറി വളരെ കുറവാണ്, പക്ഷേ വളരെയധികം ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ ഗ്രീൻ പീസും അതുപോലെ തന്നെയാണ്. കലോറി മൂല്യം ഒരു 80-ന് താഴെയാണ്, പക്ഷേ വളരെയധികം ന്യൂട്രിയൻസ് ഉണ്ട്. പ്രോട്ടീൻ നന്നായിട്ടുണ്ട്, ഫൈബർ നന്നായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു 100 ഗ്രാം ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണിത്. ലേശം ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളിക്കും അതുപോലെ തന്നെ ക്യൂർസെറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ അത് ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട് അരിഞ്ഞത്. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് 10 ഗ്രാമാണ്. പിന്നെ ഏറ്റവും പ്രധാനം ഇതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനൊരു പ്രത്യേകതരം നിങ്ങൾക്കറിയാമല്ലോ കശകശ ഒരു 5 ഗ്രാം കശകശ എടുത്തിട്ടുണ്ട്. കശകശ എന്ന് പറഞ്ഞാൽ പോപ്പി സീഡ്സ് ആണ് കശകശ. പിന്നെ മുരിങ്ങയില, നമ്മളെല്ലാത്തിലും ചേർക്കുന്നത് പോലെ മുരിങ്ങയില ഒരു 20 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി, എൻ്റെ ഇവിടുത്തെ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ വേണം, ഒന്നിൽ ആട്ടിയ വെളിച്ചെണ്ണ ആയാലും മതി. പിന്നെ ലേശം വെള്ളം നമ്മളൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം. ഇതൊരു സബ്ജിയാണ്. നമുക്ക് നിങ്ങൾ ചപ്പാത്തി എന്ന് പറയുന്നത് ഞാൻ റാഗി ചപ്പാത്തിയാണ് ഉദ്ദേശിക്കുന്നത്. കഴിയുന്നതും പ്രമേഹ രോഗികൾ ഗോതമ്പ് കഴിക്കാതിരിക്കുക. റാഗി ചപ്പാത്തിയോ മില്ലറ്റിൻ്റെ ചപ്പാത്തിയോ ഉപയോഗിക്കാം. അതല്ല എങ്കിലിപ്പം ഇഡ്ഡലി ദോശ അതിനോടൊപ്പം ഇത് ഉപയോഗിക്കാം. കറിയായിട്ട് അത്യാവശ്യം ചോറ് കഴിക്കാം. ചോറ് തീരെ തുടരുതൊന്നുമല്ല. അപ്പം പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ ഇത് മാത്രമായിട്ടും ഒരു നേരത്തെ ഭക്ഷണം പോലെ കഴിക്കാവുന്നതാണ്. അത്രയ്ക്ക് പോഷകങ്ങളും ഔഷധ ഗുണവുമുള്ള ഒരു നല്ല റെസിപ്പി. ഓക്കെ, ഇത് ബ്രിഞ്ചോൾ ഗ്രീൻ പീസ് ഫ്രൈ എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെർജിൻ ഓയിൽ ഒരു 10 ml ഒഴിക്കാം. 2 ടീസ്പൂൺ. ആദ്യം വെളുത്തുള്ളി ചേർക്കാം. നമുക്ക് ചുവന്നുള്ളി ചേർക്കാം.
ഞാനിതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അങ്ങ് മൂപ്പിച്ചെടുക്കത്തില്ല. കാരണം ഇതിനൊക്കെ നല്ല ഗുണങ്ങളൊക്കെ ഉള്ളത് നമ്മൾ കൂടുതൽ ഫ്രൈ ആവും തോറും ഇതിൻ്റെ ഗുണം കുറയും. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയതായിട്ട് അതിൻ്റെ ഒരു റോ ആയിട്ടുള്ളൊരു സ്മെല്ല് കളഞ്ഞാൽ മതി. നമുക്ക് ചേർക്കേണ്ടത് കോവയ്ക്കയാണ്. കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതൊക്കെ പച്ചയ്ക്ക് കഴിക്കാവുന്ന പച്ചക്കറികളാണിതൊക്കെ. അതുകൊണ്ട് തന്നെ കുറച്ചൊന്നും വേകാതെ ഇരുന്നെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. പിന്നെ നമ്മളുടെ കത്തിരിക്ക, ഇത് വലിയ കത്തിരിക്കയായിരുന്നു കേട്ടോ. അതാണ് ഇത്ര നല്ല ഒരു വലിയ കത്തിരിക്ക തന്നെയാണ് ഇതിൽ അരിഞ്ഞിട്ടേക്കുന്നത്. ഇനി നമുക്ക് ഈ കശ എന്ന് പറയുന്ന ഈ സംഭവം അങ്ങോട്ടൊന്ന് ചേർക്കാം. ഒരു മണം വരും, ഒരു പ്രത്യേക മണം വരും. പിന്നെ ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു ലേശം വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതും കൂടെ ഈ മസാലപ്പൊടി കൂടെ ഇട്ടേക്കാം. ഒരു ഫ്ലേവറൊക്കെ അരപ്പിൽ ഇതിൽ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. കുരുമുളക് പൊടി മുരിങ്ങയിലയും ഒക്കെ അത് കഴിഞ്ഞിട്ട് ചേർക്കാം. അപ്പം ഗരം മസാലപ്പൊടിയും കശകശയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നുള്ളു വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കാം. ഒരു 5 ml വെള്ളം ഒഴിച്ചാൽ മതി. ഇത്തിരി വെള്ളം വേണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് കറി പോലെ കഴിക്കണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. വളരെ ചെറുതായിട്ട് ഇത് കഷ്ണങ്ങൾ വളരെ ചെറുതാക്കിയാൽ പെട്ടെന്ന് വേവും. അല്ലെങ്കിൽ കുറച്ച് താമസമുണ്ട്. നമുക്ക് ഏകദേശം നമ്മുടെ പാചകം തീരാറായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയിലയിൽ വളരെയധികം പ്രമേഹത്തെ തോൽപ്പിക്കാൻ ശക്തിയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മുരിങ്ങയില എപ്പോഴും ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ഇതിനോടൊപ്പം ചേർക്കാം, കറിവേപ്പില ചേർക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നേരത്തെ ഗ്രീൻ പീസിന് ഉപ്പ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ വേണ്ടി വരും. കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇറക്കാം. അത്ര എടുത്തിട്ട് എല്ലാവരും ഡിഷിലേക്ക് മാറ്റാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഗ്രീൻ പീസ്, കത്തിരിക്ക, കോവയ്ക്ക, മുരിങ്ങയില, കശകശ, സവാള, ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. വെർജിൻ കോക്കനട്ട് ഓയിൽ ഓഫ് കോഴ്സ്. ഇതെല്ലാം കൂടെ ഒരു നല്ല ഫ്ലേവർ നമുക്ക് തരുന്നുണ്ട്, അതിന് യാതൊരു സംശയമില്ല. ഇതിൽ ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് ഒട്ടൊന്ന് വേറെ തന്നെയാണ്. പിന്നെ കത്തിരിക്ക, ഇത് നാടൻ കത്തിരിക്കയാണ്, അതുകൊണ്ട് തന്നെ അത് നല്ല രുചിയുണ്ട്. പിന്നെ കോവയ്ക്കയ്ക്ക് ഒരു വലിയ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഇതിനോടൊപ്പം ചേർന്ന് പോകുന്ന ഒരു നല്ല റെസിപ്പിയാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ പലരും പ്രമേഹമുള്ളവർ, ഞാൻ രോഗികളെന്നൊന്നും പറയത്തില്ല, അതൊരു അവസ്ഥയാണ്. ഇപ്പോൾ പ്രമേഹമുള്ളവർ പലപ്പോഴും ഇപ്പോൾ ചോറൊന്നും കഴിക്കാറില്ല. എന്നോട് ഇന്ന് വന്നൊരു പേഷ്യൻറ്റ് പറയാം, മാഡം ഞങ്ങൾ ചോറൊന്നും കഴിക്കാറില്ല, കറി ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്കാണെങ്കിൽ കുറേ കറികൾ കഴിക്കും, കുറച്ച് മീൻ കഴിക്കും, അങ്ങനെ അത്രയ്ക്കൊരു എക്സ്റ്റെൻറ്റിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മോസ്റ്റ് ഐഡിയലാണിത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വയറ് നിറയും. എന്താ നോക്കൂ, അപ്പോൾ ഇത്രയും കൂടെ എന്നാൽ വളരെയധികം കലോറി മൂല്യം ഇല്ല ഇതിനകത്ത്. 100 ഗ്രാം ഗ്രീൻ പീസിൽ ആകെ 80 കലോറിയും ഈ കത്തിരിക്കയിൽ 100 ഗ്രാമിൽ എത്രയാണ് ഉള്ളത്? 20-25 കലോറിയേ ഉള്ളൂ. കോവയ്ക്കാണെങ്കിൽ 15 കലോറിയാണ് 100 ഗ്രാമിൽ. നമ്മളെടുത്തതാണെങ്കിലോ എല്ലാം ഒരു 50 ഗ്രാമിന് താഴെയാണല്ലോ. പിന്നെ മുരിങ്ങയില, മറ്റ് കശകശ, അതിനകത്തൊന്നും വലിയ കലോറി പറയാനില്ല. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിലിനകത്താണ് കുറച്ചെങ്കിലും കലോറി ഉള്ളത്. അപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മളൊരു 10 ml എന്ന് പറയുമ്പോൾ ഏകദേശം 80-90 കലോറി അതിനകത്ത് വരും. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഈ കൂടുതലായിട്ട് കലോറി മൂല്യം ഇല്ലാത്ത കാർബോഹൈഡ്രേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് നാരുകളുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പോളിഫിനോൾസ് ഉണ്ട്, ഫ്ലേവനോയിഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം റിയലി ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസാണ്. ഇത് എല്ലാം തന്നെയും പ്രമേഹത്തെ പടിക്ക് പുറത്ത് നിർത്താൻ സഹായിക്കുന്ന പച്ചക്കറികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വളരെ മോസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ഒരു ആൻറ്റി ഡയബറ്റിക് ഫാറ്റ് ബേണിംഗ് റെസിപ്പിയാണ്. ഫാറ്റി ലിവറിനും അതുപോലെ തന്നെ പ്രമേഹത്തിനും അമിതവണ്ണത്തിനും ഒക്കെ തന്നെ പോളിസിസ്റ്റിക് ഓവറിക്കും ഒക്കെ തന്നെ നല്ല ഒരു പാചക സംവിധാനം തന്നെയാണ് നമ്മളുടെ ഈ ഒരു കോവൽ ബ്രിഞ്ചോൾ ഗ്രീൻ പീസ് ഒലർത്ത് അഥവാ സബ്ജി. നിങ്ങൾ പരീക്ഷിക്കുമല്ലോ. അതിൻ്റെ കമൻസ് എന്നെ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ.